ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ നടത്തി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പുഷ്പരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമസഭ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പുഷ്പരാജൻ ഉദ്ഘാടനം ചെയ്തു. ആ മിനിറ്റ്സിനെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഈ അടുത്ത വർഷം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ തന്നെ ചില പരാതികളല്ല ഉണ്ടായിരുന്നു. കാരണം ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് എത്ര ക്യാമ്പുകൾ നമുക്ക് നടത്താൻ പറ്റുമോ, മാർഗ്ഗരേഖയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലോ, മാർഗ്ഗരേഖയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇവിടുന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഏറ്റവും നല്ലൊരു നിർദ്ദേശങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രയോജനം ഉണ്ടാകും. അതാലോചിച്ച് നമ്മളൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എഴുതും. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി അധ്യക്ഷയായി. പ്രയോജനങ്ങൾക്കായിട്ടുള്ള ഗ്രാമസഭയുണ്ട്, ഊരുകൂട്ട ഗ്രാമസഭയുണ്ട്. അങ്ങനെ ഈ ഗ്രാമസഭയിൽ നിന്നൊക്കെ വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ 2026-27 വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ആസൂത്രണ സമിതി അംഗങ്ങളും ചേർന്ന് നമുക്ക് കരട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ കരട് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ, വരാത്ത നിർദ്ദേശങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളത് കൂട്ടിച്ചേർക്കണം. ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് എയ്ഡ്, മറ്റ് ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ട് ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോരുന്ന സ്കോളർഷിപ്പ് അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ പഠിക്കാത്ത മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് വർഷം 12,000 രൂപയാണ് നമ്മൾ സ്കോളർഷിപ്പ് നൽകുന്നത്. ICDS സൂപ്പർവൈസർ ഡോക്ടർ ഷൈന സദാശിവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു അനിൽ, ശ്രീകല, അനിതാദേവി, അനുജ രാജേഷ്, ശ്രീലേഖ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. 7ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജി സ്വാഗതവും അംഗൻവാടി അധ്യാപിക മഞ്ജുള കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.